എല്ലാവർക്കും ഡ്രാമ റിവ്യൂവിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഡബിൾ ഹെലിക്സ് എന്ന് പറഞ്ഞൊരു ചൈനീസ് ഡ്രാമയുടെ റിവ്യൂ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. എപ്പിസോഡ് നമ്പർ 12ൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ ഇവൻ്റെ ബൈപോളർ ഡിസീസിൻ്റെ കണ്ടീഷൻ വളരെയധികം മോശമായിക്കൊണ്ടേയിരിക്കുകയാണ്. ലൂഫിങ്ങിന് അവൻ്റെ ഇമോഷൻസ് ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവന് ദേഷ്യം വരെയും സ്വയം ഇഞ്ചുറിയൊക്കെ ഉണ്ടാക്കുകയും ചെയ്യുകയാണ്. സിയോച്ചനാണെങ്കിൽ അവന് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരുപാട് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ട്രീറ്റ്മെൻറ്റ് റെഡി അല്ലെങ്കിൽ ഇനി മേലെ എന്നെ കാണാൻ വരരുത് എന്ന് പോലും പറഞ്ഞിട്ടും അവൻ ട്രീറ്റ്മെൻറ്റ് റെഡിയാവുന്നില്ല. ആ സമയത്ത് അവൻ സ്വയം അവൻ്റെ ദേഹത്ത് ഇഞ്ചുറി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ലാസ്റ്റ് സിയോച്ചനാണെങ്കിൽ അവന് ഉറപ്പ് കൊടുക്കുന്നുണ്ട്, എന്തൊക്കെ പ്രശ്നം വന്നാലും എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ തന്നെ കാണും, ഞാൻ ഒരിക്കലും നിന്നെ വിട്ടു പോവില്ല, നീ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ തയ്യാറാവണം എന്നൊക്കെ പറഞ്ഞ് അവൻ കൺവിൻസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അവസാനം അവൻ ട്രീറ്റ്മെൻറ്റ് റെഡിയാവുകയാണ്. പിന്നെ അവൻ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ആവുന്നുണ്ട്. ആദ്യത്തെ സമയമൊക്കെ ട്രീറ്റ്മെൻറ്റിന് അവൻ ഒട്ടും തന്നെ സഹകരിക്കുന്നുണ്ടായിരുന്നില്ല. അവൻ വല്ലാത്ത രീതിയിൽ വയലൻ്റ് ആവുന്നുണ്ട്. ഡോക്ടർ സിയോച്ചനെ കൂടെ നിൽക്കരുതെന്ന് പറയാണ്. കാരണം അത് അവനെ ട്രീറ്റ്മെൻറ്റിനെ ബാധിക്കും, അതുകൊണ്ട് എന്നെ ഇവനെ കാണാൻ വരരുത് എന്ന് പറയുന്നുണ്ടെങ്കിലും അവൻ കാണാതെ സിയോച്ചൻ എപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടാവുകയും ഡോക്ടറിൻ്റെ അടുത്ത് എപ്പോഴും അപ്ഡേറ്റുകളൊക്കെ അന്വേഷിക്കുകയും ചെയ്യുകയാണ്. അവൻ്റെ എല്ലാ കാര്യങ്ങളും അവൻ പോലും അറിയാതെ കൃത്യമായിട്ട് അവൻ നോക്കുന്നുണ്ടായിരുന്നു. ആദ്യമൊക്കെ സിയോജനെ കാണാൻ വേണ്ടി ലൂഫിങ് വളരെയധികം വയലൻ്റ് ആവുകയും ട്രീറ്റ്മെൻറ്റിനോട് സഹകരിക്കാതെയും മെഡിസിനൊന്നും എടുക്കാതെയൊക്കെ ഇരിക്കുമായിരുന്നു. പക്ഷേ പിന്നെ മെഡിസിൻ എടുത്തില്ലെങ്കിൽ അവനെ കാണാൻ പറ്റില്ല എന്നുള്ള കാര്യം അവൻ റിയലൈസ് ചെയ്യും. അവൻ മെഡിസിനൊക്കെ കൃത്യമായിട്ട് എടുക്കുകയും അവൻ്റെ ഇമോഷൻസൊക്കെ കൺട്രോൾ ചെയ്ത് അവൻ്റെ ട്രീറ്റ്മെൻറ്റിനോട് അവൻ സഹകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഓരോ ദിവസം ചെല്ലുന്തോറും അവൻ്റെ വയലൻ്റ് സ്വഭാവം മാറിയും അവൻ നല്ല രീതിയിൽ ട്രീറ്റ്മെൻറ്റിനോട് സഹകരിച്ച് അവൻ റിക്കവറി ആയിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഇത് കണ്ടപ്പോൾ സിയോച്ചന് ഒരുപാട് സന്തോഷം വരെയും ഡോക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ ഒരുപാട് താങ്ക്സ് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഡോക്ടർ ലാസ്റ്റ് പറയുന്നുണ്ട്, ഇനി അവൻ്റെ അടുത്തേക്ക് പോവാം, അവനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോകാം, പക്ഷേ അവൻ്റെ കാര്യത്തിൽ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം, ഇപ്പോൾ അവനെ ബിസിനസ്സൊന്നും ചെയ്യാൻ അനുവദിക്കരുത്, അവൻ്റെ ഇമോഷൻസിൽ എപ്പോഴും ഒരു കൺട്രോൾ വേണം എന്നൊക്കെ ഡോക്ടർ അവന് നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ട് അവനെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകാൻ പറയുന്നുണ്ട്. അങ്ങനെ അവർ കണ്ടുമുട്ടിയ സമയത്തുള്ള സ്കൂൾ സ്റ്റുഡൻറ്റിൻ്റെ യൂണിഫോം ഇട്ട് അവനെ കാണാൻ വേണ്ടി വരികയും അവനെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുകയാണ്. ഇത് എപ്പിസോഡ് നമ്പർ 12ൻ്റെ റിവ്യൂ ആണ്. ലാസ്റ്റ് എപ്പിസോഡാണിത്. അവർക്ക് രണ്ടുപേർക്കും ഹാപ്പി എൻഡിങ് ആണ് ഉണ്ടായിരിക്കുന്നത്. രണ്ടുപേരും സന്തോഷമായിട്ട് ജീവിക്കുന്നത് കാണിച്ചാണ് ഈ ഡ്രാമ അവസാനിക്കുന്നത്. താങ്ക് യു.